ഏക പട്ടിയുടെ സ്വഭാവമാണ്. നിൽക്കുന്ന നിപ്പിൽ എങ്ങോട്ടാ എടുക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഓട്ടോറിക്ഷക്കാർക്ക് തെറിവിളി കേൾക്കുന്നത്. നിന്റെയൊക്കെ മുഖത്ത് കണ്ണില്ലേടാ, നീയൊക്കെ എവിടെ നോക്കിയിടാ വണ്ടി എടുക്കുന്നത്, നീയൊക്കെ പട്ടിയുടെ സ്വഭാവമാണ്, നിൽക്കുന്ന നിപ്പിൽ എങ്ങോട്ടാ എടുക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷക്കാർക്ക് തെറി വിളി കേൾക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട് അനുഭവം. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ശരിക്കും ഞാൻ ഒരു സത്യാവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓട്ടോറിക്ഷ സംബന്ധിച്ച് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഓട്ടോറിക്ഷയുടെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ താരതമ്യേന വീതി കുറവാണ്. വീതി കുറവ് മാത്രമല്ല, ഏത് മുക്കും മൂലയും ഒടിഞ്ഞ് കയറാനും വെട്ടി വളച്ചൊക്കെ പോകാൻ എളുപ്പത്തിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന രീതിയാണ്. വളരെ കർവ്ഡായിട്ടാണ് ഓട്ടോറിക്ഷയുടെ രീതി അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് വീതിയെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ബാക്ക് ഭാഗം നല്ല വീതി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിറർ ഇത്രയും തള്ളി നമ്മൾ ഇറക്കി വെച്ചിരുന്നാൽ പോലും നമുക്ക് സ്ട്രെയിറ്റ് വണ്ടി നിൽക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് വ്യൂവിൽ മിററിൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ കിട്ടത്തില്ല. അതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഒരു ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകേണ്ട ഒരു ഓട്ടോറിക്ഷ അല്പം ഒന്ന് ഇടത്തോട്ടോ ആയാലും വലത്തോട്ടോ ആയാലും ഒന്ന് കയറ്റി പിടിക്കുന്നത്. ആ കയറ്റി വളച്ച് പിടിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഒരു സ്ട്രെയിറ്റ് വ്യൂവിൽ വരുന്ന വാഹനങ്ങളെ നമുക്ക് ഈ മിററിൽ കറക്റ്റായി കിട്ടത്തുള്ളൂ. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. കാര്യം ഫ്രണ്ട് വീതി കുറവും ബാക്ക് ഭാഗം വീതി കൂടുതലാണ് ഓട്ടോറിക്ഷയ്ക്ക്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സംഭവം വരുന്നത്. അങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ കയറ്റി അല്പം ഇടത്തോട്ടോ വലത്തോട്ടോ ഇങ്ങനെ പിടിക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എതിരെ വരുന്ന ബൈക്കായാലും കാറായാലും ഇനിയും നടന്നു വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിന്റെയൊക്കെ മുഖത്ത് കണ്ണില്ലേടാ, നീയൊക്കെ എവിടെ നോക്കിയിടാ വണ്ടി ഓടിക്കുന്നത്, നീ പട്ടിയുടെ സ്വഭാവമാണല്ലോ, നിൽക്കുന്ന ഇപ്പോൾ എങ്ങോട്ടാ തിരിയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് തെറി വിളികൾ കൊടുക്കുന്നത്. ഇതാണ് ഇതിന്റെ വാസ്തവം. നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.